الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂറത്ത് യാസീനിൽ 38 മുതൽക്കുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് വളരെ വ്യക്തമായ നിലക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരികയാണ്. റഹ്മാനായ റബ്ബിൻ്റെ അവൻ്റെ മാത്രമുള്ള ഇടപെടലുകളും അവൻ്റെ സൃഷ്ടി വൈഭവവുമൊക്കെ വിവരിച്ചു തരുന്ന മധ്യേ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇനി പറയുന്നത് സൂര്യ, ചന്ദ്രൻ അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ, സഞ്ചാരങ്ങൾ, അതൊക്കെയും മനുഷ്യന് അള്ളാഹുവിനെ അറിയാനും അവൻ്റെ ഖുദ്റത്തുകളെ മനസ്സിലാക്കാനുമൊക്കെയുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്ന കാര്യമാണ്. വശംസു, സൂര്യനും എന്ന് പറഞ്ഞാൽ ആയത്തുല്ലഹും എന്ന് മുകളിൽ പറഞ്ഞല്ലോ. ആയത്തുല്ലഹുമുല്ലൈലു, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലൈലു, രാത്രി. കഴിഞ്ഞ ആയത്തതായിരുന്നു. തുടർന്നുകൊണ്ട് പറയുന്നതാണ് വശംസു, സൂര്യനും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. എന്തിനുള്ള ദൃഷ്ടാന്തം? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവുകൾ, അവൻ്റെ ശക്തി, മഹാത്മ്യങ്ങൾ, ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കി തരുന്ന കൃത്യമായ ദൃഷ്ടാന്തമാണ് സൂര്യനും. ആ സൂര്യൻ തജ്രി, അത് സഞ്ചരിക്കുന്നു. ജറ എന്ന് പറഞ്ഞാൽ നടന്നു, സഞ്ചരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ജറ യജ്രി തജ്രി ലിമുസ്തഖറിൻ ലഹാ, അതിൻ്റേതായ ഒരു താവളത്തിലേക്ക്, ഒരു കേന്ദ്രത്തിലേക്ക്. മുസ്തഖർ, താവളം, കേന്ദ്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ലിമുസ്തഖറിൻ ലഹ, അതിൻ്റേതായ ഒരു താവളത്തിലേക്ക് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദാലിക, അത് അഥവാ സൂര്യൻ്റെ ആ സഞ്ചാരം, തഖ്ദീറുൽ അസീസിൽ അലീം, അസീസും അലീമുമായവൻ്റെ നിർണയങ്ങളാണ്, അവൻ കണക്കാക്കിയതാണ്. എന്താണ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? പ്രതാപമേറെയുള്ളവൻ, അൽ അസീസ്. അൽ അലീം, സർവജ്ഞൻ, എല്ലാം അറിയാവുന്നവൻ. അപ്പൊ എല്ലാം അറിയാവുന്ന സർവജ്ഞനും സർവപ്രതാപങ്ങളുടെയും ഉടമയായ അസീസുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയതനുസരിച്ചാണ് സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട അതിൻ്റെതായ താവളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ 38-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്. റബ്ബിൻ്റെ സൃഷ്ടികളിൽ മഹാത്ഭുതമാണ് സൂര്യൻ. നമുക്കറിയാവുന്നതുപോലെ ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനമാണ്. തീർച്ചയായും സൂര്യനും ചന്ദ്രനുമൊക്കെ ആയതാനി, രണ്ട് അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ്. മിൻ ആയാത്തില്ല, റബ്ബിന്റെ ഒട്ടേറെ അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 അത്ഭുത ദൃഷ്ടാന്തങ്ങളാണെന്ത്? സൂര്യനും ചന്ദ്രനും.
ഓരോന്നിനെക്കുറിച്ചും പഠിക്കുന്തോറും മനുഷ്യൻ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടും, അനുസരണബോധമുള്ളവനാകും, വിനീതനാകും. അഹങ്കാരം അവനിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകും. ഞാൻ എത്ര വിവരം കെട്ടവനാണെന്ന് സ്വയം ബോധ്യപ്പെടും. പഠിക്കുന്തോറും അങ്ങനെ ഉണ്ടാവുക. ഒരു മനുഷ്യന് ഏത് കാര്യത്തിലാവട്ടെ, ഇൽമു കൂടുന്തോറും അവന്റെ മനസ്സ് അവനോട് പറയുമെന്ത്? നീ ജാഹിലാണ്. ഞാനൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കതിനെപ്പറ്റി വിവരമില്ലായിരുന്നു എന്നല്ലേ? അപ്പൊ ഞാൻ ജാഹിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പഠിക്കുന്തോറും മനുഷ്യൻ ആരായിത്തീരുക? കിബറുണ്ടാവുക? ഇല്ല, വിനീതനാകും. ഇത്ര വിവരമില്ലാത്ത ആളായിരുന്നോ ഞാൻ? അപ്പോൾ കൂടുതൽ പഠിക്കുന്തോറും, അതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം, ചിന്ത മനുഷ്യനെ നിരീശ്വരവാദി അല്ലാക്കുക, മറിച്ച് അവനെ ദൃഢവിശ്വാസിയാക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലുമൊക്കെ ഇവിടെ മാറി മാറി ഇങ്ങനെ ദിനേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച്, അവ വ്യത്യാസപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ അതിലൊക്കെ വലിയ അത്ഭുതങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക്. അങ്ങനെ ചിന്തയുടെ അവസാനം അവരെത്തിച്ചേരുക എന്തിലേക്കാണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക്, നീ മഹാപരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കും തോറും മനുഷ്യന് ബോധ്യാവാണ്, എത്ര നിഅമത്താണ് എൻ്റെ റബ്ബ് എനിക്ക് ചുറ്റും എനിക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് അതിനൊന്നും ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ നന്ദി കാണിച്ചാൽ തന്നെ എൻ്റെ റബ്ബെനിക്ക് ചെയ്തു തരുന്ന നിഅമത്തിന്റെ അളവിനെ കമ്പയർ ചെയ്ത് അപേക്ഷിച്ചു നോക്കുമ്പോൾ എൻ്റെ നന്ദി പ്രകടനം എത്ര കുറവാണ്. 1 കോടി നിഅമത്ത് കിട്ടുന്നുണ്ടെങ്കിൽ 1% പോലും ഞാൻ അതിന് നന്ദി കാണിക്കുന്നുണ്ടോ? അപ്പോഴും അവൻ്റെ മനസ്സ് കൂടുതൽ വിനീതമായി അള്ളാഹുവിനോട് തേടുകയാണ്, റബ്ബേ, നിന്നോട് അനുസരണം കാണിക്കുന്നതിൽ നീ തരുന്ന നിഅമത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര പാപിയാണ്. അതിൻ്റെ പേരിൽ നീ എന്നെ നരകാഗ്നിയിലിട്ട് ശിക്ഷിക്കല്ലേ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇത് ചിന്തയുടെ ബൈ പ്രൊഡക്റ്റാണ്. പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്തോറും മനുഷ്യന് റബ്ബിനെക്കുറിച്ചുള്ള പേടി, നരകത്തെക്കുറിച്ചുള്ള ഭയം, സ്വർഗത്തിലേക്കുള്ള മോഹം, റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശ, റബ്ബിനോടുള്ള മഹബത്ത്, തീർത്താൽ തീരാത്തത്ര മഹബത്ത്. നമുക്കൊരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ തന്നെ നമുക്ക് അയാളോട് എത്ര ഇഷ്ടമാണ്. എന്നാൽ റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന നിഅമത്തിന്റെ അറ്റമില്ലാത്ത വിശാലത അങ്ങ് അറിയും തോറും നമ്മുടെ റബ്ബിനോട് നമുക്കുള്ള സ്നേഹം കൂടും, മഹബത്തുള്ള വർദ്ധിക്കും. അതിനുള്ള അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നും. എന്താ പറയുന്നത്? സൂര്യനെ സംബന്ധിച്ചാ പറഞ്ഞത്. ആ സൂര്യൻ എന്തു ചെയ്യുന്നു? തജ്രി, അത് സഞ്ചരിക്കുകയാണ്. ആയത്തുൻ ഉഖറ, ഇവിടെ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞില്ലേ, അല്ലയിൽ. ഇനി മറ്റൊരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കഴിവിന്. സൂര്യൻ അതിന് നിർണയിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം വിട്ടത് പോവുകയില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു ഇടമുണ്ട് അതിന് സഞ്ചരിക്കാൻ. ആ റൂട്ടിലൂടെ മാത്രം അത് ദിനേന അത് സഞ്ചരിക്കുന്നു. അതിൻ്റെതായ താവളത്തിലേക്ക് അത് നീങ്ങുന്നു. ഏതാണ് ഈ സ്ഥലം, ഏതാണ് ഏത് കാലം വരെ, ഇത് രണ്ടും അള്ളാഹുവിനല്ലാതെ അറിഞ്ഞുകൂടാ. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അസീസും അലീമുമായ റബ്ബിന്റെ കടക്കാണത്, നമുക്കറിയൂല. എവിടേക്കാ സൂര്യന്റെ ഈ സഞ്ചാരം? ഏത് ഇടത്തേക്ക്, ഏത് മക്കാനിലേക്കാണ്, ഏത് സ്ഥലത്തേക്കാണ് ഈ പോകുന്നത്? ഏത് സമാൻ വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും? ഏത് സമാൻ വരെ? ചില ഖിറാഅത്തുകളിൽ വശംസു തജ്രി ലാ മുസ്തഖിറ ലഹാ എന്ന വായന വന്നിട്ടുണ്ട്. സൂര്യൻ അത് ചലിക്കുന്നു, അതിന് എത്തിച്ചേരാനുള്ള ഒരു ഇടമില്ല എന്ന് പറഞ്ഞാൽ
അറ്റമില്ലാതെ അത് സഞ്ചരിക്കും. അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ എന്നാണ് പറയുന്നത്. അവധി എത്തുമ്പോൾ സൂര്യനും നശിക്കും. സൂര്യനും നശിച്ച് സൂര്യനുമുണ്ട് ഒരവസാനം. എന്തിനും ഒരവസാനമുണ്ട്. സർവ മഖ്ലൂഖുകൾക്കും അവസാനമുണ്ട്. നിഹായത്തും ബിദായത്തുമുണ്ട്. അഥവാ തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. ബിദായത്തും നിഹായത്തും ഇല്ലാത്തവൻ അള്ളാഹു മാത്രമേയുള്ളൂ. അവന് തുടക്കമില്ല, അവന് ഒടുക്കവുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. ഇതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഇപ്പൊ സൂര്യൻ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിശ്ചയിക്കപ്പെട്ട ഇടത്തേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ഈ സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന സൂര്യൻ തിളച്ചു മറിയുന്ന അതിൻ്റെ ചൂടത്തേക്ക് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും പറ്റില്ല. നോക്കാനും പാടില്ല എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ സൂര്യഗ്രഹണം ബാധിക്കുമ്പോഴൊന്നും നോക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാനാവില്ല. എന്നാൽ അത് എത്രത്തോളം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നിവസിക്കുന്ന ഭൂമിയിൽ നിന്നും ഏകദേശം 15 കോടി കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. എന്താ ലോകം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് അത്യുജ്വലമായ തീഗോളമായി നിലനിൽക്കുന്ന സൂര്യൻ എത്ര ദൂരെയാണ്? 15 കോടി കിലോമീറ്റർ ദൂരെയാണ് ആ സൂര്യൻ. എന്നിട്ട് അതിൻ്റെ ചൂടാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. അതിന് അള്ളാഹു നിശ്ചയിച്ച ആ പൊസിഷനിൽ, ആ പോയിന്റിൽ തന്നെ സൂര്യനെ അള്ളാഹു നിർത്തിത്തന്നത് നമ്മളോട് ചെയ്ത അഗാധമായ അപാരമായ അവന്റെ റഹ്മത്താണ്. ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഒരു മുടിനാരിഴ അപ്പുറത്തേക്ക് പോയാൽ ഭൂമി മുഴുവനും ഐസായി പോകും. അവിടെ ജീവിക്കാൻ കഴിയില്ല, അവിടെ തണുത്തുറഞ്ഞു പോകുന്നതാണ്. ഇപ്പൊ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഒരു മുടിനാരിഴ താഴോട്ടേക്കാണ് അതിന്റെ സ്ഥാനമെങ്കിലോ ഇവിടെയുള്ള ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും കത്തിച്ചാമ്പലാകും. നമുക്ക് യോജിക്കുന്ന ഒരു പ്രത്യേകമായ പൊസിഷനിൽ സൂര്യനെ നമുക്ക് വേണ്ടിയാ അള്ളാഹു സൃഷ്ടിച്ചു തന്നത്. ഖലഖലകും മാ ഫിൽ അർളി ജമിഅ. ആകാശഭൂമികളിൽ ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാ. പ്രപഞ്ചത്തെ മുഴുവനും നമ്മുടെ ആവശ്യാർത്ഥം പഠിച്ചതാണ്. അതുകൊണ്ട് ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളിൽ പോലും നമ്മുടെ ബോഡിക്ക്, ഹെൽത്തിന് ഹാനികരമാകുന്നവയെ ഒരു അരിപ്പ എന്നോണം മരിച്ച് നമ്മുടെ ബോഡിക്ക് യോജിക്കുന്നത് മാത്രം ഇങ്ങോട്ട് കടത്തിവിടുകയാണ്. മറ്റു ഏതെല്ലാം രശ്മികൾ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? മനുഷ്യന് ഉപകാരമുള്ളതും ഉപദ്രവമുള്ളതൊക്കെ, ഉപദ്രവമുള്ളതിനെയൊക്കെ ഒരു അരിപ്പയിലൂടെ ഒരു വസ്തുവിനെ നമ്മൾ ശുദ്ധീകരിച്ച് താഴേക്ക് വിടും പോലെ ആകാശ ലോകത്ത് അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ഉപദ്രവം വരുത്തുന്ന രൂപത്തിലുള്ള സൂര്യകിരണങ്ങൾ ഇങ്ങോട്ട് വിടാതെ അവിടെ അള്ളാഹ് അതിനെ മാറ്റി നിർത്തുകയാണ്. ഇതൊക്കെ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. ആകാശത്തെ അവൻ നിങ്ങൾക്ക് എടുപ്പാക്കി. എടുപ്പ് വെക്കുന്നത് ഭൂമിയിൽ നമുക്ക് വീടിന് മേൽക്കൂര ഉണ്ടാക്കുന്നത് എന്തിനാ? മറ്റൊരിടത്ത് പറഞ്ഞു, ആകാശത്തെ നാം ആക്കി സുഖുഫൻ മഹ്ഫൂദ, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന റൂഫാക്കി. സുഖുഫുകള് റൂഫുകളാക്കി നമുക്ക് പ്രൊട്ടക്ഷൻ തരാണ്. നമ്മുടെ ഇവിടേക്ക് ഭൂമിയിലേക്ക് കടത്തിവിടരുത് അല്ലാത്ത സൂര്യന്റെ കിരണങ്ങളൊക്കെ അവിടെ തടഞ്ഞു വെച്ച് അതിനെ ഇങ്ങോട്ട് ആവശ്യമായത് മാത്രം ശുദ്ധീകരിച്ച് ഇങ്ങോട്ട് വിടുകയാണ്. ഇതൊക്കെ അള്ളാഹു മനുഷ്യനോട് ചെയ്യുന്ന അഗാധമായ കാരുണ്യമാണ്. അപ്പൊ സൂര്യൻ അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട, അതിന്റെ അർത്ഥം നമ്മൾ എങ്ങനെ പറയേണ്ടത്? വശംസു, സൂര്യനും ദൃഷ്ടാന്തമാണ്. റബ്ബിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാനുള്ള മഹാ അത്ഭുതമാണ് സൂര്യനും. തജ്രി, അത് സഞ്ചരിക്കുന്നു. അതിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ അത് ഹൈ സ്പീഡാണ്. നമുക്ക് ഇമേജ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ഹൈ സ്പീഡിലാണ് സൂര്യന്റെ സഞ്ചാരം. എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? അത്രയും ദൂരത്ത് നിൽക്കുന്ന നമ്മൾക്ക് ഇവിടുന്ന് സൂര്യനെ സഞ്ചരിക്കുന്നുണ്ടോ നമ്മൾ കാണുന്നില്ല. എത്ര നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് എത്ര അടുത്താണത് നമ്മുടെ മുകളിലൂടെ പാറിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ എത്ര സ്പീഡിലാണ് ആ സൂപ്പർ സോണിക്കൊക്കെ പറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണേ തോന്നുള്ളൂ, ഇങ്ങനെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. പറയുമ്പോൾ അത് എത്ര അടുത്താ? 15 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. എത്ര കിലോമീറ്റർ ദൂരമായിരിക്കുമ്പോൾ നമ്മുടെ മുകളിലൂടെ പാറുന്ന ഫ്ലൈറ്റുകളൊക്കെ. പക്ഷേ അത് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴും മനസ്സിലാകുന്നില്ല, അത് ഹൈ സ്പീഡിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ എത്രയോ സ്പീഡിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് നോക്കുമ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ്.
അപ്പൊ നമ്മൾ പറയുന്നത് സൂര്യനെ നോക്കിയിട്ട് സഞ്ചരിക്കുന്നൊന്നും കാണുന്നില്ല, ഹൈ സ്പീഡിലാന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത മണ്ടന്മാരായ നമുക്കിതൊന്നും വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല. താമസിക്കുന്ന ഭൂമിയെക്കുറിച്ച്, സ്വന്തം കടന്നിറങ്ങുന്ന ബെഡ്റൂമിനെ കുറിച്ച് വരെ അറിയില്ല. എന്നിട്ടാണ് 13 ലക്ഷം ഇതുപോലെയുള്ള ഭൂമിയെ കൊണ്ടുപോയി നിറക്കാൻ മാത്രം വലിപ്പമുള്ള സൂര്യൻ. ഒരു സൂര്യന്റെ വലിപ്പം എത്രയാണ്? നമ്മൾ താമസിക്കുന്ന ഭൂമി. ഇതിപ്പോ ആരാ അറിഞ്ഞോര്? നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ പഠിച്ചോരെത്ര ആളുള്ളത്? ഇതുപോലെയുള്ള ഭൂമി എത്ര എണ്ണം? 13 ഭൂമിയല്ല, 130 ഭൂമിയല്ല, 1300 അല്ല, 13 ലക്ഷം ഇതേപോലെയുള്ള ഭൂമി കൊണ്ടുപോയി നിറക്കാൻ മാത്രം വലിപ്പമുണ്ട് എന്ത്? സൂര്യൻ എന്ന സ്റ്റാർ. നമ്മുടെ ഗാലക്സിയിലെ പല സ്റ്റാറുകളിൽ ഒരു സ്റ്റാർ മാത്രമാണ് ആര്? സൂര്യൻ. അതിന്റെ വലിപ്പമായി പറയുന്നത്. അതിലും അപ്പുറമുള്ളത് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നല്ലേ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും പഠിച്ചു തീർന്നോ? കണ്ടെത്തിയത് ഏതൊക്കെ? കണ്ടെത്തിയ പ്ലാനറ്റ് ഏതൊക്കെ ഉണ്ട്? ഇനി കണ്ടെത്താനാവാത്തത് എത്രയുണ്ട്? കണ്ടെത്തിയവയിലേക്ക് തന്നെ മനുഷ്യന് പോകാൻ പറ്റുന്നത് എത്ര ഉണ്ട്? അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ മനുഷ്യൻ അങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിൽക്കാൻ പറ്റുന്നുണ്ട്. ചന്ദ്രന് പോയാനോ തൂവൽ പറക്കും പോലെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ എന്താണ് മനുഷ്യൻ പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ല. സമാവാത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. എന്നിട്ടും നെകളിപ്പോടെ പറയാണ്, ഞാൻ അള്ളാനെന്നും കണ്ടില്ല. വേർ ഇസ് ദ ഗോഡ്? എവിടെ ദൈവം? അഹങ്കാരത്തോടുകൂടെ മനുഷ്യൻ പറയാണ്, എവിടെ ദൈവം? ഒന്നും തിരിയില്ല. പടുജാഹിലാണ് മനുഷ്യൻ. നമ്മൾ ആലോചിച്ച് അപ്പൊ നമ്മൾക്കിത് എന്താ പറയാൻ പറ്റുക? എന്താ സൂര്യനെ കുറിച്ച്? ഇതിനെക്കുറിച്ചാണ് അവഗാഹം നടത്തുന്ന ശാസ്ത്ര പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ ആയത്താണ് വിശദീകരിക്കാൻ. എന്നാൽ വോള്യങ്ങളോട് അവർക്ക് എഴുതിയാലും തീരൂല. നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് എന്താ സൂര്യൻ? ആ സൂര്യൻ ഇറമ്പൾക്കുന്നു, ആ ഉദിക്കുന്നു, ആ ഷുറൂക്ക് ഇത്ര മണിക്ക്, അസ്തമനം ഇത്ര മണിക്ക് കഴിഞ്ഞു. അതിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? നമ്മളെ ഭൂമി തന്നെ എത്ര വലുതാണ്? അങ്ങനത്തെ 13 ലക്ഷം കൊണ്ടുപോയിട്ട് നടക്കാൻ മാത്രം അതടക്കം വരുന്ന അതിനെ അടക്കം നരകത്തിലിടുന്നതാണ്. സൂര്യൻ അടക്കം അള്ളാഹു നരകത്തിയിൽ സൂര്യനെ കൊണ്ടുപോയി നിറക്കുന്നതാണ്. എന്തിനാ? ചൂടിന്റെ കാഠിന്യത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ സൂര്യനെ, റബ്ബിന്റെ ഒരു കേവലം സൃഷ്ടിയായ ഈ സൂര്യനെ ആരാധിക്കുന്നവർക്ക് അന്നും മനസ്സിലാവണം, ഞങ്ങൾ പൂജിച്ചിരുന്ന സൂര്യന്റെ കാര്യം എത്രയുള്ളൂ എന്ന്. അപ്പൊ ഈ സൂര്യനെ സംബന്ധിച്ച് മനുഷ്യൻ പഠിക്കും തോറും അവന് തൗഹീദ് വർദ്ധിക്കും, വിശ്വാസം ദൃഢമാകും. ഇനി സൂര്യൻ അതിന്റെ താവളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അള്ളാഹു അവന്റെ റസൂലിലൂടെ പറഞ്ഞാൽ പിന്നെ നമ്മളാണ് വിശ്വസിക്കും. അതെങ്ങനെയെന്നുള്ള ചോദ്യം, അത് എപ്രകാരമായിരിക്കും, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ എന്ന ചോദ്യമൊന്നുമില്ല. നോക്കൂ, നിങ്ങളൊരു സംഭവം പറയാം. ഈ ആയത്ത് വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരിക്കൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർ, അബൂദറെ, അത്തദ്രി മാ മുസ്തഖറുഹാ? സൂര്യൻ അതിന്റെ താവളത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നില്ലേ? നിനക്കറിയോ എവിടെയാണ് അതിന്റെ താവളം? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അള്ളാഹുവിനെ അറിയൂ. ആ അള്ളാഹിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലിനും അറിയാം, എനിക്കറിഞ്ഞൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മുസ്തഖറുഹാ തഹ്തൽ അർശി. അർശിന്റെ താഴെയാണ്, റബ്ബിന്റെ അർശിന്റെ താഴെയാണ് സൂര്യൻ ദിവസേന പോയി വരുന്ന താവളം. തസ്ജുദു തഹ്തൽ അർശി ലിറബ്ബിഹാ അസ്സ വജല്ല. അതിന്റെ റബ്ബിന് വേണ്ടി ആ അർശിന്റെ താഴെ പോയി സൂര്യൻ എല്ലാ ദിവസവും സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, എനിക്ക് ഒന്ന് മടങ്ങിപ്പോകാനുള്ള അവസരം തരുമോ? മടങ്ങിപ്പോകാൻ അവസരം കൊടുക്കുന്നു. വീണ്ടും കിഴക്ക് നിന്നുദിച്ചു പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അർശിന്റെ താഴെ സുജൂദിയെ എന്താപ്പത്? അർശിന്റെ താഴെ സുജൂദ് ചെയ്യാൻ സൂര്യൻ ആരാ? മനുഷ്യനാ? അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കണ്ട. സൂര്യൻ മാത്രമൊന്നുമല്ല, അത്ഭുതപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി എന്നിങ്ങനെ പറഞ്ഞിട്ട് വശംസു വൽ ഖമറു എന്നൊക്കെ പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ഒക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് മാത്രമല്ല, റബ്ബിനെ പ്രകീർത്തിക്കാത്ത ഒരു വസ്തുവും ഭൂമിയിലില്ല. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, അലം തറ. അള്ളാഹിന്റെ റസൂലിനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അലം തറ, നീ കാണുന്നില്ലേ?
അഥവാ നീ മനസ്സിലാക്കണം എന്നർത്ഥം. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ളവരെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാർ മാത്രമല്ല, മലക്കുകൾ, ജിന്നുകൾ എല്ലാം പെട്ടു. വശംസു, കേട്ടോ, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു. ആരൊക്കെ സുജൂദ് ചെയ്യുന്ന പറയുന്നത്? ശംസ്, സൂര്യൻ, ഖമർ, ചന്ദ്രൻ, നുജൂം, സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, വൽ ജിബാൽ, മൗണ്ടൈൻസ്, പർവ്വതങ്ങൾ, വശജർ, വൃക്ഷങ്ങൾ, മരങ്ങൾ, വദ്ദവാബ്, ജന്തുജാലങ്ങൾ എല്ലാം അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സുജൂദ്? നമ്മളെ സുജൂദ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കടത്താണ്. ഇതാണോ സൂര്യന്റെ സുജൂദ്? ഇതാണോ മറ്റു വസ്തുക്കളുടെ സുജൂദ്? ഇത് മാത്രമല്ലല്ലോ, അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇവിടെ പ്രപഞ്ചത്തിൽ തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു, ഏഴാകാശവും സപ്താകാശങ്ങളും സപ്തഭൂമിയും അവയിലുള്ളവരുമൊക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, റബ്ബിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, റബ്ബിനെ സ്തുതിച്ച് പ്രകീർത്തിക്കാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. വലാകിൻ, പക്ഷേ, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ പ്രകീർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാനാവില്ല. നമുക്ക് ഗ്രഹിക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയരുത്. എനിക്കറിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഈ ആയത്ത് എവിടെയുള്ളത്? സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്ത്. എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്, എല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്ത്. ഇനിയും നിങ്ങൾ നോക്കൂ, സൂര്യനെ സംബന്ധിച്ചും ചന്ദ്രനെ സംബന്ധിച്ചും ഒക്കെ പറയുന്നിടത്ത് അള്ളാഹു പദപ്രയോഗങ്ങൾ വരെ ഇന്ന് ശാസ്ത്രം പഠന വിധേയമാക്കുകയാണ്. നമ്മൾ ശാസ്ത്രം അംഗീകരിച്ച, ഞാൻ അംഗീകരിക്കുന്നു പറയുന്നു, അതേ അവസരത്തിൽ നേരെ മറിച്ചാ വേണ്ടത്. ഖുർആനിൽ നോക്കി ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ മാറ്റും. ഖുർആൻ അങ്ങനെയല്ല, അത് മാറ്റൂല, അത് മാറൂല, മാറ്റാൻ പറ്റൂല. നോക്കൂ നിങ്ങൾ, ഓരോ പ്രയോഗങ്ങൾ. സൂര്യനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിളക്ക് എന്നാ പറയുന്നത്. അതിനെ നാം കത്തിജ്വലിക്കുന്ന ഒരു വിളക്കാക്കി നിശ്ചയിച്ചു. വലിയ വിളക്കാണ്, നല്ല പ്രകാശമാണ്, എല്ലാ നിലക്കും അത് കത്തിത്തിളങ്ങുകയാണ്, കത്തിജ്വലിക്കുകയാണ്. അതിന്റെ ചൂട് വേണം ഇവിടെ ഈത്തപ്പഴം പഴുക്കാൻ, പഴങ്ങളുണ്ടാകാൻ, ചെടികൾ വളരാൻ, മനുഷ്യന് ജീവിക്കാൻ. എല്ലാം അതിന്റെ ഹറാറത്ത്, അതിന്റെ ഉഷ്ണം, അതിന്റെ ചൂട്, അത് പുറത്തേക്ക് വിടുന്ന അതിന്റെ വെളിച്ചം, അവയൊക്കെ മനുഷ്യര് വരെ വലിയ ഉപകാരപ്രദമായ കാര്യമാണ്. ഇപ്പൊ സൂര്യനെ കുറിച്ച് പറയുമ്പോൾ വിളക്ക് എന്ന് പറയും, അതേ അവസരത്തിൽ ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ കേവലം ഒരു പ്രകാശം എന്നേ പറയുള്ളൂ. എന്താ കാരണം? സൂര്യൻ അത് സ്വന്തമായിട്ട് തന്നെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറൊന്നും കിട്ടിയിട്ടല്ല. നേരെ മറിച്ച് ചന്ദ്രന്റെ വെളിച്ചം നമ്മൾ രാത്രിയിൽ കാണും, പകല് കാണൂല. എന്താ കാരണം? സൂര്യനിൽ നിന്ന് കിട്ടുന്ന ലൈറ്റിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് ഏതിൽ നിന്ന് കാണുന്നത്? ചന്ദ്രൻ. അത് സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കുന്ന വിളക്കായിട്ട് ഏതിനെ പരിചയപ്പെടുത്തിയത്? സൂര്യൻ. മറ്റേത് ഒരു പ്രകാശം, ഒരു വെളിച്ചം, ഇതിന്റെ ഒരു ശോഭ പുറത്തേക്ക് വരുന്നു. രണ്ടും വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നിനെയും അല്ലാഹു തആല അതാതിൻ്റെതായ സമയങ്ങളിലാണ് അതിൻ്റെതായ ഉപകാരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സൂര്യൻ്റെതായ രൂപത്തിലുള്ള, വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരു കണക്കനുസരിച്ചാണ് അത് സഞ്ചരിക്കുന്നത്. അവയ്ക്കുള്ള നിശ്ചിതമായ ഒരു സഞ്ചാര വേയുണ്ട്, പഥമുണ്ട്. അതിലൂടെ അവ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും കണക്കില്ലാതെ അങ്ങനെ പോണതല്ല. അതിനൊക്കെ ഒരു കൃത്യമായ കണക്കുണ്ട്. കൃത്യമായ ഒരു കാനൂനിന് വിധേയമായി, വ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ റഹ്മത്തൻ ബിൽ ഇബാദ്, റബ്ബിന്റെ അടിമകളോട് വലിയ കാരുണ്യമുണ്ട്. വഇനായതൻ ബിഹിം, തഫ്സീർ സഅദിയിൽ കാണാം, അവരോടുള്ള, അവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, അവർക്ക് ദുനിയാവിൽ ആവശ്യമായ ഒരുപാട് നേട്ടങ്ങൾക്ക്, വലിയ വലിയ കാര്യങ്ങൾക്ക്, വലിയഅരിഫൽ ഇബാദു അദദ സിനീന വൽ ഹിസാബ്, കാലഗണനയ്ക്ക്, കാലം കാൽക്കുലേറ്റ് ചെയ്യാൻ, സമയം കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ സൂര്യനാണ്. അതേപോലെ തന്നെ മാസങ്ങൾ മാറി മറിയുന്നതിൻ്റെ മാനദണ്ഡം നമുക്ക് ചന്ദ്രനാണ്. ദിവസം മാറി മറിയുന്നു. 5 നേരത്തെ നമസ്കാരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ചാണ്.
സൂര്യന്റെ സഞ്ചാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ 5 നേരത്തെ നിസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അപ്രകാരമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ചലനം കൊണ്ടാണ് രാപ്പകലുകൾ മാറി മാറി വരുന്നതും. ഇതൊക്കെ റബ്ബിന്റെ കണക്കാണ്. അതാണ് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതിലൊന്നും ഒരു മോശം ഉണ്ടാവില്ല. അസീസും അലീമുമായ അള്ളാഹുടെ വ്യവസ്ഥയാണിത്. മനുഷ്യണ്ടാക്കിയ വ്യവസ്ഥകളൊക്കെ തകരും. ഏതും കുറേ സഞ്ചരിച്ചാൽ അവിടെ നിൽക്കും, തകരാറ് വരും, കൂട്ടിമുട്ടും. എത്ര കൃത്യമായ നിലക്ക് ഓരോന്നിനും റൂട്ടും മാപ്പൊക്കെ നിശ്ചയിച്ചാലും പലപ്പോഴും കൂട്ടിമുട്ടും, ഇടിക്കും, പലതും സംഭവിക്കും. തഖ്ദീർ വ്യവസ്ഥ, അൽ അസീസ് പ്രതാപവാനും അൽ അലീം സർവജ്ഞനുമായ അള്ളാഹു നിശ്ചയിച്ച ഈ വ്യവസ്ഥ ഉണ്ടല്ലോ, അതിന് തകരുന്ന അന്ന് ലോകം അവസാനിക്കലുണ്ടാവല്ലോ. ലോകത്തിന്റെ ഖിയാമത്ത് നാളിൽ ജനകോടികളെ മുഴുവനും മഹ്ശറിൽ നിർത്തി അവരുടെ തലക്ക് മീതെ കത്തിജ്വലിക്കുന്ന സൂര്യനൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സൂര്യന്റെ എല്ലാ പ്രകാശവും പോയി അതിനെയും നരകത്തിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് തീക്കുള്ള ശക്തി പവർ കൂട്ടുന്ന അതുവരെ, സൂര്യന്റെ പൊലിഞ്ഞു പോകുന്നത് വരെ, അതോടുകൂടെ സൂര്യന്റെ കാര്യം കഴിഞ്ഞു. മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട അവധിയുണ്ട്. ഇവിടെ എല്ലാം ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെതായ വ്യവസ്ഥക്കനുസരിച്ച് മാത്രം നീങ്ങാണ്. ആ വ്യവസ്ഥക്കൊരു തെറ്റും വരൂല. അള്ളാഹു താല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ചിന്തിക്കിൻ. വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുന്നുണ്ടല്ലോ. മാ തറാമി ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസർ സുമ്മ അർജിഉൽ ബസറ കറതൈൻ യൻഖലിബു ഇലൈകൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. സൂറത്തുൽ മുൽക്ക് അള്ളാഹു താല പറയാണ്, നോക്കിക്കോ, നല്ലോണം നോക്ക്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും വരട്ടെ, എല്ലാവരും കൂടി പരിശോധിക്ക്. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ദിശയിൽ എവിടെയെങ്കിലും അള്ളാഹ് സൃഷ്ടിച്ചിടത്തൊരു തകരാറുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലല്ല. നിങ്ങൾ എല്ലാവരും കൂടി പിന്നി നോക്കിക്കോ. സുമർജിഅൽ ബസറ കറതൈനി, രണ്ടോട്ടം പിന്നിയൊക്കെ നോക്കിക്കോ. എന്തായിരിക്കും നതീജ, റിസൾട്ട് എന്തായിരിക്കും? സുമർജിഅൽ ബസറ കറതൈൻ യൻഖലിബു ഇലൈകൽ ബസറു ഖാസിഅ. അതിന്റെ കണ്ണുങ്ങട് തിരിച്ചു വരും പരാജയപ്പെട്ടിട്ട്. പരതി നോക്കി പ്രപഞ്ചം മുഴുവനും ഒരു പോരായ്മയും കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അസീസും അലിയുമായ അള്ളാന്റെ വ്യവസ്ഥയാണത്. ആ വ്യവസ്ഥയെ വെല്ലുവിളിക്കാനൊന്നും നിങ്ങൾ ആരും ആയിട്ടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ, സൂര്യനെ സംബന്ധിച്ച് ഇതിന്റെ അത്ഭുതം കണ്ടിട്ട് പ്രാചീന കാലം മുതൽ ഇതിനെ ആരാധിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. സൂര്യനെ ആരാധിക്കുന്ന സൂര്യാരാധകന്മാർ പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ സൂര്യചന്ദ്രന്മാർക്ക്, സൂര്യനും ചന്ദ്രനൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്, അള്ളാന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹ് പഠിപ്പിച്ചു. എന്ത്? വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. അള്ളാഹു ഉണ്ട്. അള്ളാഹു അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് റബ്ബ്. അത് നിങ്ങൾ ഗ്രഹിക്കുവാനാണ്, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. രാവും പകലും സൂര്യനും ചന്ദ്രനും ഒക്കെ ആ അത്ഭുതം കണ്ടിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിന്നിട്ട് ഇതന്നെ ദൈവം എന്ന് വിചാരിച്ചു പോകരുത്. അതാണ് പലർക്കും പറ്റിയത്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുന്ന സൂര്യൻ ദേവൻ തന്നെയാണ്. അതുകൊണ്ട് സൂര്യദേവൻ, സൂര്യനെ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി അന്ധകാലം മുതൽക്ക്. എത്രയോ കാലം മുമ്പുണ്ട് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് യമനിലെ സബയിലെ രാജ്ഞിയായിരുന്ന ബിൽഖീസിന്റെ കൊട്ടാരത്തിലേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പക്ഷി കമാൻഡറായ ഹുദുഹുദ് പോയപ്പോ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? എന്താ ഇവിടെ വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞത്? ഞാനൊരു രാജ്യം കണ്ടു, സബ എന്ന് പറയുന്ന രാജ്യം ഞാൻ കണ്ടു. അവിടെ ഒരു റാണിയെ കണ്ടു, ആളുകളെ കണ്ടു. അവിടെയുള്ള ആളുകളൊക്കെ യസ്ജുദൂന ലിശ്ശംസീൻ, സൂര്യനെ ആരാധിക്കുന്ന, സൂര്യന് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. നാം മരക്കൊത്തി വന്ന് പറയുന്നുണ്ട്, കാലം ഒരുപാട് കാലമായി സൂര്യനെ ആളുകൾ ആരാധിക്കാൻ തുടങ്ങിയിട്ട്. സൂര്യനായല്ല എന്ന് കണ്ടപ്പോൾ സൂര്യഭഗവാൻ എന്ന് സൂര്യനെ ഗോഡായി കണ്ടു, ഭഗവാനായി കണ്ടു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ. നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്, മറിച്ച് വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യൂ. ആരാണവൻ? അല്ലദീ ഖലഖഹുന്ന, ആ സൂര്യചന്ദ്രന്മാരെ അടക്കം സൃഷ്ടിച്ചവനാണവൻ. എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിനെയല്ലേ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. പോസ്റ്റ്മാൻ നമുക്ക് 1,00,000 റുപ്യയുടെ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ്മാനെയാണോ ബഹുമാനിക്കേണ്ടത്? കൊടുത്തയച്ച ആളല്ലേ, അല്ലേ?
ഇവിടെ സൂര്യൻ ഇത്രയും വലിയ അത്ഭുതങ്ങളും ഇത്ര വലിയ കാര്യമൊക്കെ നമുക്ക് സൂര്യനെ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ സൂര്യനല്ലല്ലോ അത് കൊടുത്തതാരാ? ആരാണത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ റബ്ബിന് മാത്രം സുജൂദ് ചെയ്യൂ. സൂര്യന്റെ പേരിൽ ഒരു ചെറിയ അന്ധവിശ്വാസം പൊട്ടിപ്പുറപ്പെടുന്നത് പോലും അള്ളാഹുവിന്റെ റസൂല് സഹിച്ചിട്ടില്ല. അതിനെതിരെ ശക്തമായി തന്റെ ഉമ്മത്തിന് വാണിംഗ് കൊടുക്കുകയാണ് ഉണ്ടായത്. സംഭവം ഓർമ്മല്ലേ? അള്ളാഹിന്റെ റസൂലിന്റെ മോൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടു. നബി തങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കായിരുന്നു. നമ്മളാണെങ്കിൽ ഇനി എല്ലാ ദർഗിയിലും പോകാൻ അത് കാരണം മതി. ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, ആൺകുട്ടികളൊക്കെ അങ്ങനെ വലുതാവുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോവുക. നമ്മളെന്താ പറയാ? ആരോ ചെയ്തിക്കണെന്ന്, ആരോ ചെയ്തിട്ടുണ്ട് എന്നാണ്, ആരോ എന്തോ ആണ് എന്നാണ്, അല്ലെങ്കിൽ എന്തോ സംഭവമുണ്ട്. നബിതങ്ങൾക്ക് ഉണ്ടായ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. പെൺകുട്ടികൾ മാത്രം ജീവിക്കും, ആൺകുട്ടികളൊക്കെ മരിക്കും. അതിൽപ്പെട്ടതായിരുന്നു ഒരു കുഞ്ഞായിരുന്നു ഇബ്രാഹിം, ചെറിയ കുഞ്ഞ. മാരിയത്തുൽ ഖിബ്തിയ എന്ന ഇണയിൽ അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായ ആൺകുട്ടിയാണ് ഇബ്രാഹിം. കുഞ്ഞുനാളിൽ തന്നെ ഇബ്രാഹിം കുട്ടി മരിക്കയത്. ആ കുട്ടി മരിച്ച അതേ ദിവസം തന്നെ സൂര്യന് ഗ്രഹണം ബാധിച്ചു. രണ്ടും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. സൂര്യഗ്രഹണവും മരണവും കൂടി ഒറ്റ ദിവസമായി പോയി. അത് മുതലെടുത്തിട്ട് അതുമായി കണക്ട് ചെയ്തിട്ട് മദീനയിൽ സംസാരം ഉണ്ടായി ആളുകൾക്കിടയിൽ. അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നോമനപുത്രന്റെ വേർപാടിൽ പ്രപഞ്ചത്തിലെ സൂര്യന് പോലും വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് സൂര്യനതാ അതിന്റെ ദുഃഖം രേഖപ്പെടുത്തിയിട്ട് ഇന്ന് അതിന് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. നമ്മളെ നാട്ടിലെ വല്ല തങ്ങന്മാരുടെ കുട്ടികളെ കാര്യമോ നമ്മളെ നാട്ടിലെ വല്ല തങ്ങന്മാരുടെ ഫാമിലിയെ കുറിച്ചോ ഇങ്ങനെ വല്ലതും സംസാരിച്ചാൽ ആ തങ്ങളിങ്ങനെ അല്ലേ ഉഷാറിലിരിക്കും. കണ്ടിട്ടില്ല നിങ്ങളെ വീഡിയോയിലൊക്കെ നോക്കുന്നുണ്ട്, തങ്ങന്മാരെ കുറിച്ച് വല്ല സ്വാഗത പ്രാസംഗികനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ എന്തെങ്കിലുമൊക്കെ മധു പറയണമെങ്കിൽ മുപ്പരിങ്ങനെ ബൊണ്ണം വെക്കണതാണ്. കുറേ തങ്ങന്മാരില്ലേ ബായാറും കുമ്പോലും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞ പിന്നെ ക്ലിപ്പുകളിലൊക്കെ നോക്കുന്നുണ്ട്. അവരെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ബൊണ്ണം വെക്കും. ഇവിടെ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന് കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ളൊരു മതമാണിപ്പത്. ഇബ്രാഹിം എന്നുള്ള കുട്ടിയുടെ മരണത്തിൽ സൂര്യന് വരെ സങ്കടമുണ്ട്. അതുകൊണ്ട് സൂര്യൻ മറക്കകത്തേക്ക് പോയിരിക്കുന്നു എന്നാ പറഞ്ഞുണ്ടാക്കണത്. അള്ളാഹിന്റെ റസൂൽ അത് കേട്ടപാടെ ശരിക്കും മുണ്ടും കൂടെ ശരിക്കും എടുത്തില്ലാന്നാ പറയണത്. മുണ്ടൊക്കെ വലിച്ചിട്ട് ഓടിയെന്നാണ് പള്ളിയിലേക്ക്. ഇത് ഒരു മിനിറ്റ് വൈകിക്കൂടാ, എന്റെ ഉമ്മത്ത് പഴക്കാൻ പോവുകയാണ്. റസൂലുള്ള ഓടി അധീനത്തെ മസ്ജിദിൽ കയറി മിമ്പറിൽ കയറി ഒറ്റ വിളിയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായും സൂര്യചന്ദ്രനും എന്നൊക്കെ സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് ആയത്താനി മിൻ ആയാത്തില്ലാഹ്, റബ്ബുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അതിനെ മനുഷ്യന്റെ മരണവുമായിട്ടോ ജീവിതവുമായിട്ടോ കണക്ട് ചെയ്യരുത്. അതാരെങ്കിലും ജനിച്ചതിൻ്റെ പേരിലോ ആരെങ്കിലും മരിച്ചതിൻ്റെ പേരിലോ അവ രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ അള്ളാഹുവിനോട് ആ ഗ്രഹണം നീങ്ങുന്നത് വരെ ദുആ ചെയ്യണേ. അള്ള നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് സൂര്യഗ്രഹണത്തിലൂടെ, ചന്ദ്രഗ്രഹണത്തിലൂടെ. നിങ്ങളുടെ ജീവിതത്തിൽ ചില പോരായ്മകളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളണം എന്ന മുന്നറിയിപ്പും പേടിപ്പെടുത്തലുമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമൊക്കെ. അതുകൊണ്ട് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നീങ്ങുന്നത് വരെ നിസ്കാരത്തിലും തൗബയിലുമായിട്ടാണ് നിങ്ങൾ സമയം കഴിച്ചു കൂട്ടേണ്ടത്. അതുകൊണ്ടാണ് ഗ്രഹണം നീങ്ങോളം നിസ്കാരം നിശ്ചയിച്ചത്. അതാ ചന്ദ്രഗ്രഹണ നിസ്കാരം, സൂര്യഗ്രഹണ നിസ്കാരം, സ്വലാത്തുൽ കുസൂഫ്, സ്വലാത്തുൽ ഖുസൂഫ്. എന്താ സ്വലാത്തുൽ കുസൂഫ്, സ്വലാത്തുൽ ഖുസൂഫ്? ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സ്വലാത്തുൽ കുസൂഫിന് ഗ്രഹണ നിസ്കാരത്തിന് മറ്റു നിസ്കാരങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. ഏതുപോലെ മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രത്യേകത അതിൽ റുക്കുഉ സുജൂദു ഇല്ല എന്നാണ്. ഗ്രഹണ നിസ്കാരത്തിനോ ഓരോ റക്അത്തിലും ഈ രണ്ട് നൃത്തം, ഈ രണ്ട് റുക്കുഉണ്ട്. അത് വേറൊന്നുമില്ല, ദീർഘമേറിയ നിസ്കാരമാണ്. ഗ്രഹണം തീരോളം അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് നിസ്കരിച്ച്. ഇവിടെ നിങ്ങൾ
അങ്ങനെ അന്ധവിശ്വാസം പറഞ്ഞു വരുത്തുകയല്ല വേണ്ടത്. സൂര്യനും ചന്ദ്രനൊക്കെ ഗ്രഹണം ബാധിച്ച് കണ്ടാൽ നിങ്ങളത് നീങ്ങുവോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള സർവ്വ അന്ധവിശ്വാസങ്ങളും സൂര്യനുമായി കണക്ട് ചെയ്ത് ഒരു അന്ധവിശ്വാസവും പറയാൻ പാടില്ല. പ്രമാണങ്ങളിലുള്ളതേ പറയാൻ പറ്റുള്ളൂ. പ്രമാണങ്ങളിലുള്ളതൊക്കെ വിശ്വാസമാണ്, അല്ലാത്ത പുറത്തുള്ളതൊക്കെ എന്താണ്? അന്ധവിശ്വാസം. അല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ചീത്ത തള്ളിനടിയിൽ കൂടെ നല്ല തള്ളരുത്. ഇപ്പം നിങ്ങളൊരു അന്ധവിശ്വാസം അവർ എന്ന് പറഞ്ഞില്ലേ, അർശിൻ്റെ താഴെ പോയിട്ട് സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്, അത് അന്ധവിശ്വാസമാണ്. എന്തേ അത് വിശ്വാസമായത്? അത് പ്രമാണത്തിലുള്ളതാണ്. പ്രമാണത്തിലുള്ളതൊക്കെ വിശ്വാസമാണ്, പ്രമാണത്തിലില്ലാത്തത് അന്ധവിശ്വാസമാണ്. അതാ വ്യത്യാസം. അല്ലാതെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതൊക്കെ വിശ്വാസം, അല്ലാത്തത് അന്ധവിശ്വാസം എന്ന മാനദണ്ഡം വെച്ചിട്ട് അളക്കരുത്. പ്രമാണത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ പറഞ്ഞാൽ അത് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്നതേ അള്ളാഹുവിൻ്റെ റസൂല് പറയുള്ളൂ. അത് നമ്മൾ മുഴുവൻ വിശ്വസിക്കും, അല്ലാത്തത് വിശ്വസിക്കൂല. ഇനി ആ സൂര്യാരാധനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പല വ്യായാമങ്ങളിലും പല ഇടങ്ങളിലും കണ്ടുവരുന്ന യോഗയിലുണ്ട് സൂര്യാരാധന നടത്തുന്ന ആളുകൾ. ഹിന്ദുമതത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു, സൂര്യാരാധന. അതിന്റെ ഭാഗമായിട്ടാണ് സൂര്യ നമസ്കാരം അവർ നിർവഹിക്കുന്നു. സൂര്യ നമസ്കാരം ഹിന്ദുമതത്തിലുണ്ട്. അത് കടന്നു വന്നു ആളുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്നവരവസ്ഥയോളം ഇന്ന് പലയിടത്തും എത്തുകയാണ്. അത് യോഗ എന്ന് പറയുന്ന വ്യായാമത്തിൽ സൂര്യ നമസ്കാരത്തിൻ്റെ ചില ഇനങ്ങളുണ്ട്, എല്ലാമല്ല ചില ഇനങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ ഒരു മുസ്ലിമിന് ചെയ്യാവതല്ല. അപ്പൊ എന്തായിരുന്നാലും സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു പ്രവൃത്തി ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനേ പാടില്ല. ഷംസിയ തരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പേച്ച തരീക്കത്തുണ്ട്. പേച്ച തരീക്കത്ത് എന്നാണ് നമ്മുടെ നാട്ടിൽ തരീക്കത്ത് എന്നറിയപ്പെടുന്നതൊക്കെ പേച്ചതാണ്. ഏക തരീക്കത്ത് അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച ഋജുവായ മാർഗം മാത്രമേ ഉള്ളൂ. അതാണ് തരീഖത്ത്, യഥാർത്ഥത്തിലുള്ള തരീഖത്ത്. അത് നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം എന്ന് പറഞ്ഞ മാർഗമാണ്. ഷംസിയ തരീഖത്ത് എന്ന് പറയുന്ന ടീം, അവർക്ക് നിസ്കാരം പല കാര്യങ്ങളും അവർക്കില്ല. അവർ സൂര്യൻ ഉദിച്ചു വരുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ചില പ്രത്യേക ദിക്റുകളുണ്ട് അവർക്ക്. അതാ ഷംസിയ തരീഖത്ത്. വേറെ തരീഖത്തുണ്ട്. കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ അവരുടെ പള്ളിയൊക്കെ ഉണ്ട്, പലയിടങ്ങളിലുമുണ്ട്. ദ്വീപിലുണ്ട്, ലക്ഷദ്വീപിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ പലവിധം ആളുകളുണ്ട്. ഇസ്ലാം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ആരാധനകൾ അവർ നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് 3 സമയങ്ങളിൽ നമുക്ക് നിസ്കാരം വിലക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ നിയ്യത്തൊന്നും ഇല്ലാറിട്ട് കാര്യമില്ല. അതിനോട് യോജിക്കുന്ന സമയം പോലും നമ്മൾ മാറി നിൽക്കണം എന്നാണ്. അവരുടെ ആരാധനകളോട് യോജിക്കുന്ന സമയം പോലും മാറി നിൽക്കാനാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത്. 3 സമയങ്ങളിൽ നമുക്ക് നിസ്കാരമില്ല. നിസ്കാരം നമുക്ക് മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത്? സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ മാറ്റിവെക്കണം, ആ സമയത്ത് നിർവഹിക്കരുത്. ഒന്നെപ്പോഴാ? സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, സുബഹി കഴിഞ്ഞ് സൂര്യോദയം വരെ, സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റെങ്കിലും മിനിമം ആവുന്നത് വരെ നിസ്കാരം ഇല്ല. സൂര്യൻ മധ്യാഹ്നത്തിലെത്തുന്ന സമയത്ത്, സൂര്യൻ അതിൻ്റെ മധ്യത്തിലെത്തുന്ന നേരത്ത്, അഥവാ ളുഹറിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, അവിടെ മുതൽ ളുഹറാകുന്നത് വരെ നിസ്കാരമില്ല. സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന നേരം, അസ്തമനം പൂർണ്ണമാകുന്നത് വരെ നിസ്കാരമില്ല. അസറിന്റെ ശേഷം. എന്താ ഈ സമയങ്ങളിലൊക്കെ നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞതിലെ കാര്യം? ഉലമാവ് പറഞ്ഞു നോക്കൂ. അമ്മൽ ഹിക്മത്തു മിനൻ നഹി ഫീ ഹാദിഹിൽ ഔഖാത്ത്, ഈ സമയങ്ങളിലൊക്കെ നിസ്കാരം വിരോധിക്കപ്പെടാൻ കാരണമായതിന്റെ യുക്തി എന്തായിരിക്കാം? ലിഅന്നൽ ഇൻസാന, ഒരു മനുഷ്യൻ അവന് ഈ സമയത്ത് നിസ്കരിക്കുവാൻ അനുവാദം നൽകപ്പെട്ടാൽ, അത് സൂര്യന്റെ ഉദിക്കുന്ന അവസരത്തിലും സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തുമൊക്കെ ചെയ്താൽ, വഹീനഇദ് യകൂനു മുശാബിഹൻ ലിൽ കുഫാരി അല്ലദീന യസ്ജുദൂന ലിശംസി, സൂര്യന് ആരാധന നിർവഹിക്കുന്ന അവിശ്വാസികളോട് സാദൃശ്യമാകും ആ നേരത്ത് നമ്മൾ സുജൂദിലേർപ്പെട്ടാൽ. നമുക്കങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ സമയത്തോട് സാദൃശ്യം പുലർത്താതിരിക്കാൻ ആ നേരത്തുള്ള നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഒരാൾ ഫർള് നിസ്കരിച്ചിട്ടില്ല വിചാരിച്ചു, അവർക്കിത് ബാധകമല്ല കേട്ടോ. ഇനി ആരും അത് പറഞ്ഞ നാളെ ഒഴിവാക്കരുതേ. ഒരാൾ സുബഹിക്ക് ഏതോ ഒരു ദിവസം അവൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകി, സൂര്യൻ ഉദിക്കാൻ കുറച്ച് നേരമുള്ളൂ ഇനി ബാക്കി. അന്നഞ്ഞിപ്പോൾ സൂര്യൻ ഉദിച്ചു ഉയരോളം നിസ്കരിക്കാൻ പറ്റില്ല അറിഞ്ഞ് നിൽക്കരുത്. ഉണർന്ന ഉടനെ നിസ്കരിക്കണം. ഫർളിന് ഇത് ബാധകമല്ല. ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ല, സൂര്യൻ അസ്തമിക്കുന്ന നേരമായപ്പോഴാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഉറക്കത്തും തെളിഞ്ഞത്, അസർ നിസ്കരിച്ചോളണം. അതുപോലെ സുബഹിക്ക് ശേഷം നിസ്കാരമല്ല. ഒരാൾ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കരിക്കേണ്ടുന്ന 2 റക്അത്ത് ഒരാൾക്ക് സംഗതി വശാൽ ഏതെങ്കിലും ഒരു ദിവസം പാഴായിപ്പോയാൽ, സുബഹിസ്കരിക്കുന്നതിൻ്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ പുണ്യം എത്രയാണ്?
റകഅത്താൽ ഫജ്രി ഖൈറുൻ ലക മിനദ് ദുനിയാ മാ ഫീഹാ. സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം നിനക്ക് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഇപ്പം അതിൻ്റെ വാല്യൂ നമ്മൾ കണക്കൂട്ടുക? എത്ര പേര് നമ്മൾ വിലയിടുക? ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഖൈറാണ് സുബഹി ഫർള് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത്. സുബ്ഹാന ജല്ല ജലാലുഹു. സുബഹിൻ്റെ നിസ്കാരത്തിലേക്കുള്ള ആ ഡോറിന് ഇത്ര വലിയ വില ഉണ്ടെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ വില എത്രയായിരിക്കും? എന്നിട്ട് അതും നിർവഹിക്കാതെ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങില്ലേ? ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നേൽക്കുക, ഡ്യൂട്ടി ഇല്ലെങ്കിൽ സുബഹിയില്ല. സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ട്, വിളിച്ചെങ്കിൽ ആരും വിളിച്ചില്ലേ എന്നാ അതന്നെ ഒരു ചന്തം. റൂമിൽ വേറെ ആരും വിളിക്കാതെ ഒരാൾ പള്ളിക്ക് പോയിക്കണോ എന്നാ എനിക്ക് അത്രയും നല്ലത്. അഥവാ ആരെങ്കിലും വിളിച്ചോ അവനോട് തീർത്താ തീരാത്ത പക. ഉടനെ റൂം മാറുകയാണ്, ഇവിടെ എനിക്ക് റൂം വേണ്ട, ഞാൻ വേറെ സ്ഥലം നോക്കുകയാണ്. എന്നിട്ട് വല്ല തോന്നിയാസികളായ ആളുകളൊക്കെ റൂമിൽ ശല്യമൊന്നുമില്ല, ആരും വിളിക്കൂല. ചിലർ റൂം എടുക്കുമ്പോൾ തന്നെ പറയും സുബൈക്ക് വിളിക്കുന്നുള്ള കണ്ടീഷനൊന്നും ഉണ്ടാവില്ലേ, ഞാൻ എൻ്റെ സൗകര്യത്തിന് നീക്കും, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ നിൽക്കണുള്ളൂ. അങ്ങനെ പറയുന്നവരുണ്ട്. സുബൈക്ക് വിളിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് റൂം എടുക്കുന്നവർ, അത് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഇൽമുണ്ട് ഉൽമുണ്ട്, രണ്ടുമുണ്ട്. വേണ്ടവന് നന്നാവാ, അല്ലാത്തവന് മോശാവാ. എന്നിട്ട് ആ നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങുകയാണ്. എന്താ അവന് താൽക്കാലിക സുഖത്തിന് വേണ്ടി ദുനിയാവിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെക്കാളും ഖൈറാണ് സുബഹിന്റെ 2 മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത്. അതുകൊണ്ട് അതാരും ഒഴിവാക്കരുത്. അള്ളാഹിന്റെ റസൂല് യാത്രക്കിടയിൽ റവാത്തിബ് സുന്നത്തുകളൊന്നും നിസ്കരിക്കാറില്ല. യാത്ര പോകുമ്പോൾ ളുഹറിന്റെ മുമ്പുള്ള 4, ശേഷം 4, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2 അതൊന്നും നിസ്കരിക്കൂല. പക്ഷെ സുബഹിന്റെ സുന്നത്ത് യാത്രയിലും മുടക്കിയിട്ടില്ല. വലിയ പവറാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് സംഗതി വശാൽ പള്ളിയിലെത്തിയപ്പോഴേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവൻ നിസ്കരിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പോയി പള്ളിയിലെത്തിയേക്കുമ്പോൾ അവിടെ ജമാഅത്തും തുടങ്ങിയിട്ടുണ്ട്, എന്നാ പിന്നെ അവൻ ഇവിടെ ഒറ്റക്ക് വേറെ നിസ്കരിക്കാൻ പറ്റുമോ? സുന്നത്ത് കഴിഞ്ഞിട്ട് മറ്റേ കൂടാന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. കാരണം ഇദാ ഉഖീമത്തി സ്വലാഹ് ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഫർദ് നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ നിസ്കാരമൊന്നും പാടില്ല, ആ നിസ്കാരം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അതിന് വകുപ്പില്ല. അപ്പം പിന്നെ എന്താ അയാൾക്ക് വകുപ്പുള്ളൂ? സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഈ 2 വീണ്ടെടുക്കുക. സുബഹിസ്കരിച്ച് കഴിഞ്ഞേക്ക് ആൾ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക? 2 റകഅത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഫജറിൻ്റെ 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് അയാൾ ഖളാ ആയി നിർവഹിക്കുക. അപ്പം അത് സുബഹിൻ്റെ ശേഷമല്ലേ? സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, അത് ഇതിൽ നിന്ന് ഒഴിവാണ്, അതാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സമയങ്ങൾ പോലും നമുക്ക് അങ്ങനെ നിശ്ചയിച്ചിരുന്നത് സൂര്യാരാധനയുമായി ബന്ധപ്പെട്ട 2 സമയങ്ങളാണ്. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് പിന്നെ മധ്യത്തിലെത്തുന്ന സമയത്ത് എന്താ വേണ്ടാറുള്ളത്? ആ സമയത്ത് നരകം അത്യുജ്വലമായി കത്തിക്കപ്പെടുന്ന നേരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യപ്പോഴും നരകപ്പോഴും കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ. പാപികളെ വാരി വിഴുങ്ങാൻ വേണ്ടിയിട്ട് നരകം ഇപ്പോഴേ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചൂട് കൂട്ടി കൊണ്ടുവരാൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും എല്ലാവരെയും റബ്ബ് നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. 1 സെക്കൻഡ് സഹിക്കാനാവൂല, 1 മൈക്രോ സെക്കൻഡ് സഹിക്കാനാവൂല. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. ജഹന്നം പുറത്തേക്ക് വിടുന്ന അതിൻ്റെ ഒരു ആവി മാത്രമാണ് അത്യുഷ്ണ കാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ചൂടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 15 കോടി കിലോമീറ്റർ ദൂരെ കത്തുന്ന സൂര്യൻ്റെ ചൂട് സഹിക്കാനാവാതെ വിയർത്തൊലിച്ച് നിൽക്കുന്ന നമ്മൾ എങ്ങനെ നരകം സഹിക്കും? എങ്ങനെ നരകം സഹിച്ചു? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് അത്രയും റഹ്മാനായ റബ്ബ് നമ്മളോട് ചെയ്തു തന്ന അപാരമായ അനുഗ്രഹമാണ് സൂര്യൻ എന്ന അനുഗ്രഹം. അതിന് നന്ദി കാണിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സൂര്യനെങ്ങാനും ഉദിക്കാത്ത ഒരു കാലം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ജീവിക്കാൻ പറ്റൂല. രാത്രിയും വേണവിടെ, പകലും വേണവിടെ, ഒക്കെ റബ്ബ് സംവിധാനിച്ചു. ചന്ദ്രനും വേണവിടെ, ചന്ദ്രൻ്റെ പൂഞ്ഞിലാവ് വേണം, ചന്ദ്രൻ്റെ ശോഭ വേണം, അതിൻ്റെ പ്രകാശം വേണം. അതിനെ ആസ്പദിച്ചുകൊണ്ട് ഇവിടെ റബ്ബ് ഒരുപാട് നിഅമത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഒക്കെ മനുഷ്യന് വേണ്ടി. അത്രയും അപാരമായ അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് സൂര്യനും മഹാ അത്ഭുതമാണ്. റബ്ബുണ്ട്, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്.
ذلك تقدير العزيز العليم. ഇനി അത് ഓതുമ്പോൾ മുമ്പ് ഓതിയുന്ന മാതിരി ആവാൻ പാടില്ല. ഇനി അത് ഓതുമ്പോൾ നമ്മളെ മനസ്സിലങ്ങനെ തെളിയണം റബ്ബിൻ്റെ അനുഗ്രഹവും എത്രമാത്രം വലിയ നിഅമത്താണ്, ഭാരമായ വലിയ നിഅമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒന്ന് ശാസ്ത്രം സമൂഹത്തോട് പറയുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, ഇന്ന് സൂര്യൻ നിൽക്കുന്ന അതിൻ്റെ പൊസിഷനിൽ നിന്ന് ഒരു മുടിനാരി ഇഴക്ക് അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്തേക്ക് പോയാലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പുറത്തേക്ക് വന്നാൽ എല്ലാവരും കത്തിച്ചാമ്പലാവും, അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ മുഴുവൻ ഐസ് കട്ടായിട്ട് എല്ലാം പിന്നെ കട്ടായിട്ട് നിൽക്കും. അപ്പം എത്ര കൃത്യമായ സ്ഥലത്താണ് അവിടെ റബ്ബ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. നന്ദിയുള്ളവരാവുക. റഹ്മാനായ റബ്ബ് അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കാനും നന്ദി ചെയ്യാനുമൊക്കെയുള്ളൊരു സന്മനസ്സുള്ള നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഭാഗ്യം കിട്ടിയവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ നാളെ പരലോകത്ത് അനുകൂല സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.